ഞാൻ വണ്ടി ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ. GTR പാട്ട് ഓണാക്കിക്കണം. ഇനിയിപ്പോൾ കോപ്പിറൈറ്റ് അടിക്കുമെന്നാ. അതിൻ്റെ എയർ സസ്പെൻഷൻ വർക്ക് ചെയ്യിക്കുന്നുണ്ട് കേട്ടോ. ലേസുണ്ട്, അങ്ങനെ പൊന്തുന്നാവും ചെയ്യുന്നുണ്ട്. വേറെയും കുറേ BM ഉണ്ട് കേട്ടോ. M3 E32 കാര്യങ്ങളൊക്കെ. പെട്രോള് അധികം ഉണ്ട്. കാഡിലാക്ക് പെട്രോള് കാര്യങ്ങളൊക്കെ. 370 വൈറ്റ് ബോഡി ഒക്കെ നല്ല രസമുള്ള വീലും വൈറ്റ് ബോഡി കേട്ടോ. നല്ല സൈസുള്ള വീലാട്ടോ. നിസാൻ്റെ ഏതൊരു മോഡലുണ്ട് എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. ഈ മോഡൽ ഏതാണ് നിസാൻ്റെ? 300Z ആട്ടത്. മനസ്സിലായില്ല പെട്ടെന്ന്. ഇന്റീരിയറും കാര്യങ്ങളൊക്കെ. ഇവിടുത്തെ സൂപ്ര തിരിച്ചിടുന്നുണ്ട്. എന്ത് രസമാണ് സൂപ്പറൊക്കെ. ഈ 260 ഒക്കെ, ഇത് 260 അല്ലേ? 260Z ആട്ടത് നിസാൻ. രസമുണ്ട്. വീലൊക്കെ നോക്കിയാലേ നല്ല സൈസുള്ള വീലും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പുറത്ത് വേറൊരു ഡാറ്റ്സൺ. ആട്ടത്. എന്ത് കളറാണിത്? ഒരു മറ്റേ മഞ്ഞ, ഞാൻ പറയണില്ല. അപ്പുറത്തല്ല സുപ്രയും ഒരു അടിപൊളി GTR കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമുള്ളൊരു GTR. എന്തായാലും GTRൻ്റെ എൻജിൻ പേയും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. RB26 എയർ ഫിൽറ്ററായിട്ട് വീലൊക്കെ നല്ല രസമുണ്ട്. അടിപൊളി വീല്. എന്ത് ക്ലീനല്ലേ. നിസ്മോ വീൽസും കാര്യങ്ങളൊക്കെ. M സ്പെക്കോ, അതേതോ സ്പെക്ക്, V സ്പെക്ക് എന്ന് കേട്ടുപോണേ. M സ്പെക്കിനെ കുറിച്ച് ആദ്യമായിട്ടേക്കണം. ഇന്റീരിയറൊക്കെ നോക്കാം. ഓ, ഈ സൂപ്പറിൻ്റെ വീല് നല്ല രസമുണ്ടല്ലോ. റേസ അല്ല കേട്ടോ, വേറെ ഏതോ വീലാണ്. നല്ല രസമുണ്ട് കേട്ടോ വീല്. സൂപ്പർ, ഒരു ക്ലീൻ സൂപ്പർ സ്റ്റോക്കാട്ടോ. വർക്കും കാര്യങ്ങളൊന്നുമില്ല. പഴയ സൈസ് വീലും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ട്, ക്ലീൻ ആട്ടോ. LCൻ്റെ പഴയ ട്രക്ക് മോഡല്. ഏകദേശം എല്ലാ വണ്ടികളും കവർ ചെയ്തിട്ടോ. ഇവിടെ 2 സൂപ്പറിൻ്റെ ഹുഡ് തുറന്നപ്പോൾ അതൊന്ന് കാണിച്ചു തരാം. ഇൻടേക്കിൻ്റെ വലിപ്പം നോക്കി, ടൂർബോൻ്റെ സൈസ് എന്ത് രസമല്ലേ. ഒരു രക്ഷയില്ലാട്ടോ. നല്ല കോപ്പിറൈറ്റ് കിട്ടാൻ. അതായത് ഡ്രാഗ് സ്പെക്ക് ആട്ടോ. ഡ്രാഗ് ടയേഴ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട്. ഈ വണ്ടി ഏതത് കാഡിലാക്കിൻ്റെ മോഡലാണ്. നമ്മൾ നേരത്തെ അവിടെ കണ്ട അതേപോലത്തെ കാഡിലാക്കിൻ്റെ ഏതാ മോഡലാണ്. ഇതാ മോഡലൊന്നും ഷേബർലെ കേട്ടോ, കാഡിലാക്കല്ല.
കുറച്ച് ഫാമിലി ടൈപ്പ് പ്രോഗ്രാം ആട്ടത്. റബ്ബിങ്ങും കാര്യങ്ങളൊന്നുമില്ല, സൗണ്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് മിയാട്ടൻ്റെ ബാക്ക് സൈഡ് കാണിച്ചതാണ്. ഇതിൻ്റെയൊക്കെ സ്പോയിലറൊക്കെ നല്ല വലിയ സ്പോയിലർ കേട്ടോ. പുതിയ മോഡൽ മിയാട്ടാണ്. ഇതിൻ്റെ വീലൊക്കെ വീല് കേട്ടോ. ഇന്ത്യയിലൊക്കെ എന്ത് ക്ലീൻ അല്ലേ. വണ്ടികളെ ഏകദേശം പോക്ക് തുടങ്ങി. ഇനി ഏതെങ്കിലും സർക്കിൾ കംപ്ലീറ്റ് ആക്കാണ്ടാവുന്നതാണ് ഈ നോക്കണത്. ഈ ചെറുക്കന്മാരൊക്കെ ഒന്ന് മാറിയെങ്കിൽ ആ വണ്ടി ഒന്ന് കാണിച്ചിരുന്നു. ഇത്രയും നേരമായിട്ട് ആ വണ്ടി ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ. RX-7 ആണത്. എക്സോസ്റ്റൊക്കെ എന്ത് വലിപ്പമല്ല എക്സോസ്റ്റ്. ഇത് RX-7 തോന്നിട്ട്. ഞാൻ ഈ വണ്ടി ഇതുവരെ ശ്രദ്ധിച്ചില്ല. എന്ത് രസമല്ലേ. വീലൊക്കെ നോക്കിയ ബോക്സിൻ്റെ പോപ്പപ്പ് ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ. ഈ വണ്ടി നല്ലോണം പറ്റിട്ടോ. RX-7 തോന്നുന്നത്, കറക്റ്റ് അറിയില്ല. എന്ത് രസമല്ലേ. വിങ്ങും കാര്യങ്ങളും ഒക്കെ പക്ക കേട്ടോ. എവിടെ ഒരു വൃത്തിയോട് പറയാനുള്ളത്ത വണ്ടി, അങ്ങനത്തെ വണ്ടി. വണ്ടികളൊക്കെ കുറച്ചൊക്കെ പോകല്ലോ തുടങ്ങി കേട്ടോ. RX-7 ഒന്ന് ഫ്രീ ആയിട്ട് കിട്ടിട്ടോ. അമീറിന്റെ ഫോൺ മാമന്റെ ഫോണിന്റെ കയ്യിലാണ്. ഫുള്ള് കാലിയായി. ഈ ഗ്രൗണ്ട് ഫുള്ള് വണ്ടികളായി. ഇപ്പം എല്ലാതും കാലി. ഒരു 90% വണ്ടികൾ പോയി. വണ്ടികളൊക്കെ ഏകദേശം കാലിയായിട്ടോ. അപ്പം അന്നത്തെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ നല്ല വണ്ടികളുണ്ടായിരുന്നു, നല്ല ആൾക്കാരുണ്ടായിരുന്നു, നല്ല സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. എല്ലാ വണ്ടികളും പോയി. ഒരു 90% വണ്ടികൾ പോയി. ഏകദേശം എല്ലാ നല്ല വണ്ടികളും ഞാൻ കവർ ചെയ്തു എന്ന് കരുതണു. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യുക. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്, ബൈ.